ഓ എന്റെ ദൈവമേ, ഈ നടുവേന എന്നെയും കൊണ്ടേ പോളുന്നാ തോന്നുന്നത്. എത്ര കാര്യം ഈ മരുന്ന് കഴിക്കുന്നു. എന്താമ്മേ വീണ്ടും വേദന തുടങ്ങിയില്ലേ? സമയത്തിന് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ മാത്രം കേൾക്കില്ല അല്ലേ? ഓ കഴിച്ചടാ മോനെ, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഡോക്ടർ റെസ്റ്റ് വേണം പറഞ്ഞതല്ലേ. എന്നാ പിന്നെ അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് എടുത്തൂടെ? ഞാൻ റെസ്റ്റ് എടുത്താൽ എങ്ങനെ ശരിയാവാനാടാ? ഇവിടുത്തെ പണി നിങ്ങൾ ആരെങ്കിലും ചെയ്യോ? എല്ലാത്തിനും ഞാൻ തന്നെ വേണം. കുറെ കാലമായില്ലേ നിന്റെ അടുത്ത് ഒരു പെണ്ണ് കേട്ടാൻ പറഞ്ഞിട്ട്, അത് മാത്രം ചക്കൻ കേൾക്കില്ല. കല്യാണമൊക്കെ ഞാൻ വേണ്ടാവണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു പെണ്ണ് കേട്ടാ പോരെ? ഓ സമാധാനം ആയടാ. ഇപ്പോഴെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്നപ്പ തന്നെ അമ്മ ആ ഭാസ്കരൻ ബ്രോക്കറിനെ വിളിച്ച് കാര്യം പറയട്ടെ. എപ്പോഴും നിന്റെ സ്വഭാവം മാറുക പറയാൻ പറ്റില്ലല്ലോ. അയാളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് പറ്റിയൊരു പെണ്ണിനെ തന്നെ കൊണ്ടുവരും. അതമ്മ എന്താ ചെയ്തോ. പിന്നെ റൂമിലെ ഡ്രസ് ഉണ്ട്, അന്ന് അലക്കി കേട്ടാ. ഓ അമ്മന്റെ വിഷമം കണ്ടിട്ട് കല്യാണത്തിന് സമ്മതിച്ചല്ലോ. നല്ല മോന. തുറക്കടാ. ഓ തുറക്കാൻ അറിയുന്നില്ല. നിങ്ങൾ തന്നെ കയറിക്കോളെ. കയറി ഷൂ ഒന്നും അയക്കണ്ട പോക്കോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കൻ രാഹുല്. പ്രൈവറ്റ് ആണെങ്കിലും 10-50,000 മുകളിൽ ശമ്പളം ഉണ്ട് അല്ലടാ. അതാണ് ഇത്. പിന്നെ പെണ്ണിന്റെ അമ്മ മഹാലക്ഷ്മി. അച്ഛനും കൂടി വരാതെന്താ, പക്ഷെ മൂപ്പർക്ക് എന്തോ തിരക്കാ അല്ലെ. മൂത്തതൊരു പെങ്ങള. ഒരു ഭർത്താവ് കൂടി എവിടെ? ദുബായിൽ സെറ്റിൽഡാണ്. ഇത് പെണ്ണിന്റെ അച്ഛനും അമ്മയാണ്. അച്ഛനൊരു കാലിത്തീറ്റ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട്. അല്ല മോൾ എവിടെയാ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? അവളിവിടെ അടുത്ത് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. ആയിക്കോട്ടെ. അപ്പൊ നാട്ടു നടപ്പനുസരിച്ച് ഇത്രയും ശമ്പളമുള്ള ആള് അതേ കാറ്റഗറിയിൽ പെട്ടൊരു പെണ്ണിനെ എടുക്കുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല തറവാട്ടുന്ന് നല്ലൊരു കുട്ടി, അത് മാത്രം ഇവർ എന്നോട് പറഞ്ഞത്. അതാ അപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല എന്നാ പെണ്ണിനെ വിളിക്കാ. അവളിനെ വിളിക്ക്. മോൾക്ക് വരാ മോളെ. വരുമ്പോ ശരിക്കും കണ്ടോണോ, പിന്നെ കണ്ടില്ല പറയുന്നത് കേട്ടോ. നോക്കി നിൽക്കുന്ന എടുത്തു കൊടുക്കണോ? കഴിച്ചോ, ശരിക്കും കണ്ടോണോ? കേട്ടോ മോളെ, ഇവനെ ഇവിടെ ഇരുത്തിയിട്ടേ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും നല്ലൊരു ചെക്കനെ വേറെ എവിടെയും കാണാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? 50,000 മുകളിൽ ശമ്പളം ഉണ്ടായിട്ടും 5 പൈസ സ്ത്രീധനം വേണ്ടെന്ന് അവൻ പറഞ്ഞത് അല്ലടാ, അല്ലേ? അത് നമുക്ക് പണ്ടേ എതിർപ്പാ. ആരെങ്കിലും ഇക്കാലത്ത് ആരെങ്കിലും സ്ത്രീധനം വാങ്ങിച്ചിട്ട് പെണ്ണിനെ എടുക്കോ? നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്താണോ കൊടുക്കണേ അത് മതി. എന്നടാ ഇതാണ് തറവാട്ടിൽ പിറന്ന കൊണം. എല്ലാം ഞങ്ങളുടെ ബോണിന്റെ ഭാഗ്യ. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ കല്യാണം വേണ്ടിരുന്നതാ. പക്ഷെ അമ്മയ്ക്ക് തീരെ വയ്യ. വീട്ടിലെ പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ നോക്കിയില്ലെങ്കിലും അമ്മനെ അച്ഛനെ നന്നായി നോക്കണം. ഇല്ല അമ്മേ? 916 ഗോൾഡ് എന്നല്ലേ കേട്ടിട്ടുള്ളൂ. ഇതാണ് 916 പയൻ. എവിടെ കിട്ടും മോളെ ഇക്കാലത്ത് ഇതുപോലത്തെ ഒരു ചെക്കനെ? അല്ല ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഏത് 916ന്റെ കാര്യ? അതല്ല ഏട്ടാ, അച്ഛന്റെ അമ്മന്റെ എന്തോ കാര്യം പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ഓ അതോ, എന്നെ നോക്കിയില്ലെങ്കിലും എന്റെ അച്ഛനമ്മയെ നന്നായി നോക്കിയാൽ മതി. അതാ ഞാൻ പറഞ്ഞു. അല്ല ചേട്ടാ, നിങ്ങൾ ഈ കല്യാണം എന്ന് പറയുന്നോണ്ടേ എന്താ ഈ ഉദ്ദേശിക്കണേ? പറഞ്ഞു കൊടുക്കട മകനെ. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും അമ്പലത്തിലോ മണ്ഡപത്തിലോ വെച്ച് താലി കെട്ടുക, അതല്ലേ കല്യാണം? അല്ല, നിങ്ങൾ പറഞ്ഞത് ചടങ്ങല്ലേ. ഞാൻ ചോദിക്കുന്നത് കല്യാണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നാ. എന്താ അല്ലേ, ഞങ്ങളുടെ കാലത്തൊക്കെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ചായം തന്നിട്ട് അടുക്കളയിൽ പോയി പെണ്ണ് ഒളിഞ്ഞു നിൽക്കും. എന്നിട്ട് കമാന്നൊരു അക്ഷരം വേണ്ടില്ല. അപ്പൊ ചായ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ന്യൂ ജനറേഷൻ അല്ലേ, പറഞ്ഞു കൊടുക്കണം മോനെ. അതിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും അച്ഛനമ്മയൊക്കെ നോക്കിയിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക അല്ലേ? ബെസ്റ്റ്.
നിങ്ങൾ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ആളുകളും കല്യാണം കഴിക്കുന്നതേ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. വെറുതെ അല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും കല്യാണത്തിന് സമ്മതിക്കാത്തത്. അതെന്താ നീ അങ്ങനെ സംസാരിക്കണേ? പിന്നെ കല്യാണം എന്തിനാ കഴിക്കണേ? എന്റെ പൊന്നു ചേട്ടാ, രണ്ട് വ്യത്യസ്ത കുടുംബത്തിലെ ആൾക്കാർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും വിട്ടുകൊടുത്തും പുതിയ ജീവിതം തുടങ്ങുന്നതിനെയാ കല്യാണം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയണ പോലെ ഭർത്താവിന്റെ വീട്ടിലെ പണിയും ചെയ്ത് അവരുടെ അച്ഛനും അമ്മയും നോക്കി വീട്ടിൽ വെറുതെ ഇരിക്കണതല്ല കേട്ടോ. അയ്യോ ഇവിടെ നാവ് കൊള്ളാലോ. എന്താ ഭാസ്കരേട്ടാ, ഇതുപോലത്തെ ഒരു കുടുംബത്തിനാണോ എന്റെ മോന് വേണ്ടി പെണ്ണാലോചിച്ചത്? അതെന്താ മോനാട്ടാ, എന്താ മോൾ അങ്ങനെ പറയുന്നത്? എന്താടി മോളെ അന്നവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക? മൂപ്പര് പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ. അവരുടെ അച്ഛനമ്മനെ നോക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ കല്യാണം കഴിക്കുന്നത്? അതിലെന്താ മോളെ തെറ്റ്? അവനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത്, ആൺകുട്ടികളായ അങ്ങനെ വേണം. എന്താ ഭാസ്കരേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? മൂപ്പരുടെ അച്ഛനമ്മ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒരു ജോലി വാങ്ങിക്കൊടുത്തത്. അപ്പൊ ആ അച്ഛനമ്മയെ നോക്കേണ്ടത് അവരുടെ കടമയല്ലേ? അല്ലാണ്ട് ഏതോ വീട്ടിൽ നിന്ന് കയറി വന്ന് ഞാനാണോ നോക്കേണ്ടത് അവരെ? അല്ല മോൾ ഇപ്പൊ പറഞ്ഞതേ ഒന്നുകൂടി വ്യക്തമായിട്ട് പറ. എന്റെ അച്ഛനും അമ്മയാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ജോലിയാക്കി തന്നത്. അപ്പൊ അവരെ നോക്കേണ്ട കടമയെ എനിക്കാണ്, അല്ലാതെ നിങ്ങൾ വന്ന് വരെ നോക്കൂ. ഞാൻ നിന്റെ അച്ഛനമ്മേനെ നോക്കാനാ? എന്താ ഭാസ്കരേട്ടാ ഇവള് ഇങ്ങനെയൊക്കെ പറയണേ? അല്ല മോനെ, ആ കുട്ടി പറഞ്ഞാലും കാര്യമില്ലേ? നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛനമ്മേനെ നോക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ കുട്ടിന്റെ അച്ഛനമ്മേനെയും നോക്കേണ്ട കടമ നിനക്കില്ലേ? അല്ലേ മോളെ? ആ, മൂപ്പർക്ക് കാര്യം മനസ്സിലായി. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചാലേ നിങ്ങൾ വന്ന് എന്റെ അമ്മയും അച്ഛനെ നോക്കൂ. എന്താ അമ്മ ഇവരിങ്ങനെ പറയണേ? ആ എന്താടി മോളെ, ഒരു കുടുംബം ആകുമ്പോഴേ അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടാകില്ലേ? ഇത്രയും കാലം ഞാൻ ആ വീട്ടിലെ പണി ഒറ്റയ്ക്കാ ചെയ്ത്. ഇപ്പൊ എനിക്കൊന്ന് വയ്യാണ്ടായപ്പോ എന്റെ മകൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എനിക്ക് കുറച്ച് റെസ്റ്റ് ആകുമല്ലോ പറഞ്ഞിട്ട്. ഇത്രയും നല്ല മോനെ വേറെ എവിടെയാടി കിട്ടുക? വന്നപ്പോ തൊട്ട് നിങ്ങൾ പറയാണല്ലോ എന്റെ മോൻ നല്ലതാണ്, ഇതുപോലൊരു ചെക്കനെ കാണാൻ കിട്ടില്ല എന്നൊക്കെ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളുടെ മോനെ നിങ്ങളോട് ഒരു തരി പോലും സ്നേഹമില്ല. എന്ത്? എന്റെ അമ്മേനെ എനിക്ക് സ്നേഹമില്ലെന്നാ? മോളെ ഒരുപാട് സംസാരിക്കില്ലേ, മര്യാദയ്ക്ക് സംസാരിക്കട്ടാ. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് ആ അമ്മയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലേ ആ അമ്മ അത്രയും വയ്യാതെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കില്ല. അല്ലമ്മേ, വീട്ടിലെ പണികൾ എപ്പോഴെങ്കിലും ഈ മോനോ നിങ്ങളുടെ ഭർത്താവോ വീട്ടിൽ ചെയ്തു തന്നിട്ടുണ്ടോ? ആ അതില്ല മോളെ. ഇനിയിപ്പൊ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ എണിച്ച് എല്ലാം ചെയ്യണം. തിന്ന പ്ലേറ്റ് കൂടി രണ്ടും കഴുകില്ല. ആ അമ്മേ, അത്രേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇനി അമ്മ തന്നെ പറ, ഈ മോന് അമ്മയോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോന്ന്? എന്താ അമ്മേ, ഇവക്ക് എന്താ പ്രാന്താണ്? അവള് പറഞ്ഞതിൽ എന്താടാ തെറ്റ്? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമേ എന്റെ അച്ഛച്ചന്റെയും അച്ഛമ്മന്റെയും എല്ലാ കാര്യവും നോക്കി ആ വീട്ടില് പണിയും ചെയ്തിട്ടാ എനിക്ക് ഈ നടുവേദന വന്നത്. ഒരാള് എന്തെങ്കിലും സഹായിച്ചു തന്നിട്ടുണ്ടാ? എന്നിട്ട് അവളും ഭ്രാന്തെന്നാ? എന്താ ഭാസ്കരേട്ടത്? അല്ല മോനെ, ഞാനും അത് ആലോചിക്കുക. 100 കല്യാണം ഇത്രയും കാലത്തിലാണ് നടത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ചോദ്യം ഒരു പെൺകുട്ടിയും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടെന്താ, ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ അടിമയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ശാപം കൊണ്ടാണ് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷം ആകുമ്പോഴേക്ക് ഡിവോഴ്സ് ആയിട്ട് എന്റെ മോള് വീട്ടിൽ വന്ന് നിൽക്കുക. അല്ല, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്താ പറഞ്ഞു വരുന്നപ്പോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതായത് ചേട്ടാ, അച്ഛനമ്മമാരെ നോക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ വന്നു കയറിയ മരുമക്കളുടെ കടമയല്ല. പിന്നെ ഈ ഭർത്താക്കന്മാരുടെ വീടേ വന്നു കയറിയ മരുമകളുടെ പേരിൽ എഴുതി തരും. എന്ത്? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഭാര്യന്റെ പേരിൽ എഴുതി തരാനാ? അങ്ങനത്തെ ഒരു മണ്ടത്തരം ആരെങ്കിലും ചെയ്യുവോ? ഇല്ലാലോ. എന്നിട്ടും വന്നു കയറിയ ഞങ്ങളെ നിങ്ങളുടെ വീട് അടിച്ചും തുടച്ചും വൃത്തിയായി സൂക്ഷിക്കണ്ടേ? ഒരു ദിവസം അടിക്കാനോ തുടയ്ക്കാനോ വിട്ടുപോയാലേ നിങ്ങളുടെ വായിലുള്ളതൊക്കെ കേൾക്കണ്ടേ? അതുകൊണ്ട് ചേട്ടാ, ഒന്നുകൂടെ പറയണേ, അടിക്കാനും തുടയ്ക്കാനും ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കാനും വേണ്ടി ഒരിക്കലും കല്യാണം കഴിക്കരുത്. അതിനൊരു വീട്ടുജോലിക്കാരിയായ ഏറ്റവും നല്ലത്. അല്ല, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പോ? അത് നല്ല പശുവും പാലിന്റെ ചായ, അതും കുടിച്ച് 2 ലഡ്ഡു പോക്കറ്റിലിട്ട് വന്ന വഴിക്ക് വിട്ടോ. എന്ത് നോക്കി നിക്ക? അവള് പറഞ്ഞ പോലെ 2 എടുത്തിട്ട് നടക്ക്. അപ്പൊ ഇനി യാത്രയില്ല. വിട്ടോ. ശരി. നല്ല വാണ്ട്. എന്നാലും മോളെ കുറച്ച് കൂടി പോയിട്ടാ. ഒന്നും കൂടിപ്പോയിട്ടില്ല ചാ, കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ. വെറുതെ അല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും കല്യാണത്തിന് സമ്മതിക്കാത്തത്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്.